നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിഘ്നേശ്വരനെ സ്തുതിച്ച് നാടെങ്ങും വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നു. ഓണക്കാലത്ത് മദ്യവിൽപ്പന വേണ്ടെന്ന് യുവമോർച്ച. കാസർകോട്ടെ വിദേശ മദ്യഷാപ്പുകൾക്ക് മുന്നിൽ പ്രവർത്തകരുടെ പ്രതിഷേധം. ബോർഡുകൾ അടിച്ചു തകർത്തു, പോലീസ് ലാത്തി വീശി. അത്തം പിറന്നു, മലയാളക്കര ഓണലഹരിയിലേക്ക്. മഞ്ചേശ്വരം മുദ്യാവര ഇർഷാദ് പള്ളിയിൽ കവർച്ച. പള്ളിയുടെ സ്വലാത്ത് പണവും ഇമാമിന്റെ 10,000-ഓളം രൂപയും മോഷണം പോയി. വാർത്തകൾ വിശദമായി. വിഘ്നേശ്വരനെ സ്തുതിച്ച് നാടെങ്ങും വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നു. ക്ഷേത്ര കമ്മിറ്റികളുടെയും വിവിധ സാർവജനിക ഗണേശോത്സവ സമിതികളുടെയും നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ നടന്ന ഗണപതി ഹോമത്തോടെയാണ് ഗണേശോത്സവത്തിന് തുടക്കം കുറിച്ചത്. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും വിവിധ സാർവജനിക ഗണേശോത്സവ സമിതി നേതൃത്വത്തിലും ആഘോഷ പരിപാടികൾ നടന്നുവരുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും വാദ്യഘോഷങ്ങളോടെയാണ് ഗണപതി വിഗ്രഹങ്ങൾ എഴുന്നള്ളിച്ചത്. 1 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കും. ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ചടങ്ങ് വിഗ്രഹം നിമജ്ജനം ചെയ്യുന്നതോടെ സമാപിക്കും. മധൂർ, ബദിയടുക്ക, കുമ്പള, മുള്ളേരിയ, ബോവിക്കാനം, എടനീർ, കാനത്തൂർ, പുണ്ടൂർ, മേൽപ്പറമ്പ്, വെള്ളൂർ, നീലേശ്വരം, മഞ്ചേശ്വരം എന്നിവിടങ്ങളിലെല്ലാം വൻ ആഘോഷത്തോടെ വിനായക ചതുർത്ഥി കൊണ്ടാടുന്നു. കാസർഗോഡ് സാർവജനിക ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ മല്ലികാർജുന ക്ഷേത്രത്തിൽ 5 ദിവസങ്ങളിലായാണ് ആഘോഷം നടക്കുന്നത്. തുടർന്ന് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹത്തിൽ വിവിധ പൂജകൾ നടന്നു. ഉച്ചയ്ക്ക് നടന്ന ധാർമ്മിക സഭ വിശ്വ ഹിന്ദു ಪರಿಷತ್ നേതാവ് ಕೃಷ್ಣಮೂರ್ತಿ ಉದ್ಘಾಟನೆ ചെയ്തു. ಈಗ ಬಹುಶಃ ಗಣೇಶೋತ್ಸವ ನಮಗೆ ಹಿಂದಿನ ದಿನಗಳಿಗೆ ಹೋಲಿಸಿದರೆ ಹಿಂದೆ ಸುಮಾರು ನಾವೊಂದು 40 ವರ್ಷಗಳ ಹಿಂದೆ ಹೋದರೆ ಬಹುಶಃ ಪ್ರತಿಯೊಂದು ಮನೆಯಲ್ಲಿ ಕೂಡ ಹಬ್ಬ ಹೇಳಿದರೆ ವಿಶೇಷವಾಗಿ ಬಹಳ ನಮಗೆಲ್ಲರಿಗೂ ಕೂಡ ಸಣ್ಣದಿರುವಾಗ ಆಸಕ್ತಿ. ಯಾಕೆ ಹೇಳಿದರೆ ಹಬ್ಬ ಹೇಳಿದಾಗ ಮಾತ್ರ ಆ ಮನೆಯಲ್ಲಿ ವಿಶೇಷವಾಗಿ ಕಡುಬು ಅಥವಾ ವಿಶೇಷವಾದಂಥ ಭಕ್ಷ್ಯ ಇದೆಲ್ಲ ಮಾಡ್ತಾ ಇದ್ದರು. ಆದರೆ ಇವತ್ತು ಪರಿಸ್ಥಿತಿ ಬದಲಾಗಿದೆ. CV പൊതുവാൾ, ദിനേശ് മടപ്പുര, ഉപേന്ദ്ര തുടങ്ങിയവർ സംസാരിച്ചു. ആഘോഷത്തിൻ്റെ ഭാഗമായ വിവിധ കലാ, സാംസ്കാരിക, ധാർമ്മിക പരിപാടികളും അരങ്ങേറും. വിവിധ പൂജകൾക്ക് ശേഷം 2-ാം തീയതി തായലങ്ങാടി വെങ്കട്ടരമണ ക്ഷേത്രത്തിന് സമീപത്തുള്ള ലക്ഷ്മി സരോവരത്തിൽ വിഗ്രഹം നിമജ്ജനം ചെയ്യുന്നതോടെ ആഘോഷ പരിപാടികൾ സമാപിക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് KCN. അത്തം മുതൽ ചതയം വരെ സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. സംസ്ഥാന വ്യാപകമായി ബീവറേജസ് ഔട്ട്ലെറ്റുകളിലേക്ക് നടത്തിയ മാർച്ച് ചിലയിടങ്ങളിൽ അക്രമാസക്തമായി. കാസർഗോഡ് ബീവറേജസ് ഔട്ട്ലെറ്റുകളിലേക്ക് ഇരച്ചു കയറിയ പ്രവർത്തകർ സ്ഥാപനത്തിന്റെ ബോർഡുകൾ അടിച്ചു തകർത്തു. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് യുവമോർച്ച പ്രവർത്തകർ ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിലേക്ക് പ്രതിഷേധ പ്രകടനവുമായി എത്തിയത്. കാസർഗോഡ് വെയർഹൌസിന് മുന്നിലും ബാങ്ക് റോഡ്, അണങ്കൂർ എന്നിവിടങ്ങളിലായി പ്രവർത്തിക്കുന്ന 3 ഔട്ട്ലെറ്റുകളിലേക്കും മാർച്ച് നടത്തി. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ഔട്ട്ലെറ്റുകളിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. ഉടൻ തന്നെ ജീവനക്കാർ ഷട്ടർ താഴ്ത്തി. തുടർന്ന് പ്രവർത്തകർ മദ്യഷാപ്പിന്റെ ബോർഡുകൾ അടിച്ചു തകർത്തു. ഉടൻ തന്നെ പോലീസ് എത്തി പ്രവർത്തകരെ ലാത്തി വീശി ഓടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. जीपे कैसे
യുവമോർച്ച സംസ്ഥാന ട്രഷറർ ഉദയകുമാർ റൈ, ജില്ലാ പ്രസിഡന്റ് PR സുനിൽ, ജനറൽ സെക്രട്ടറി ഹരീഷ് തൃക്കരിപ്പൂർ, രാജേഷ് പരവനടുക്കം, ധനഞ്ജയം, ജയിൻകുമാർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. മഞ്ചേശ്വരം ഉദ്യാവര ഇർഷാദ് പള്ളിയിൽ കവർച്ച. പള്ളിയുടെ സ്വലാത്ത് പണവും ഇമാമിൻ്റെ 10,000-ഓളം രൂപയും മോഷണം പോയി. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു പള്ളിയിൽ മോഷണം നടന്നത്. പള്ളിയിലെ ഇമാമായ അബ്ദുൽ സലാം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ജുമാ നിസ്കാരത്തിനായി ഉദ്യാവര 1000 ജമാഅത്ത് പള്ളിയിലേക്ക് പോയപ്പോഴായിരുന്നു കവർച്ച നടന്നത്. ജുമാ നിസ്കാരം കഴിഞ്ഞ് 2 മണിയോടെ പള്ളിയിലേക്ക് ഇമാം തിരിച്ചെത്തിയപ്പോൾ തൻ്റെ മുറി കുത്തി തുറന്ന നിലയിൽ കാണുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പള്ളിയുടെ സ്വലാത്ത് പണവും ഇമാമിൻ്റെ 10,000-ഓളം രൂപയും നഷ്ടപ്പെട്ടതായി അറിഞ്ഞത്. കവർച്ചാ വിവരമറിഞ്ഞ് ജമാഅത്ത് ഭാരവാഹികളും നാട്ടുകാരുമടക്കം നിരവധി പേരാണ് ഇർഷാദ് പള്ളിയിലേക്ക് എത്തിയത്. മഞ്ചേശ്വരം പോലീസും സ്ഥലത്തെത്തി പ്രാഥമിക തെളിവുകൾ ശേഖരിച്ചു. കവർച്ച നടത്തിയവരെ ഉടൻ തന്നെ പിടികൂടാൻ സാധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഇനി ഓണക്കാഴ്ചകൾ. അത്തം പിറന്നു, 10ാം നാൾ പൊന്നോണം. പൂവിളിയും പൂക്കളുമായി മലയാളക്കര ഇനി ഓണാഘോഷ ലഹരിയിൽ അമരും. അത്തം പിറന്നതോടെ മലയാളിയുടെ ദേശീയോത്സവത്തെ വരവേൽക്കാൻ നാടൊരുങ്ങി. പൂവിളിയും പൂക്കളുമായി നാട്ടിലെങ്ങും ഓണാഘോഷത്തിൻ്റെ ആരവങ്ങൾ മുഴങ്ങിത്തുടങ്ങി. പൂവിളികൾക്കൊപ്പം സംസ്ഥാനത്തെ പ്രധാന നദികളിലെ ഓളപ്പരപ്പുകളിൽ ജലോത്സവങ്ങൾക്കും തുടക്കമായി. നാട്ടുവഴികളും കാട്ടുപൂക്കളും വയലോലകളുമെല്ലാം മലയാളിക്ക് നിറമുള്ള ഓർമ്മകൾ മാത്രമായി മാറുമ്പോഴും നാട്ടിൻപുറങ്ങളിലെ കുട്ടികൾ പൂമുറ്റമൊരുക്കി അത്തപ്പൂക്കൾ ശേഖരിക്കാൻ പോകുന്ന കാഴ്ചകൾ ഇന്നും കാണാൻ സാധിക്കും. തുമ്പയും മുക്കുറ്റിയും കാക്കാപ്പൂവുമൊക്കെയായി മുറ്റത്ത് പൂക്കളമൊരുക്കി കൈകൊട്ടിക്കളിയും ഊഞ്ഞാലാട്ടവും ഓണപ്പാട്ടുമൊക്കെയായി ഓണക്കാലം നാട്ടിലെങ്ങും ആഘോഷപ്പൊലിമ പകരുന്നു. വർത്തമാനകാലത്തിൻ്റെ ദുരിത ജീവിതങ്ങൾക്കിടയിലും ഓണാഘോഷത്തിന് മങ്ങലേൽപ്പിക്കുവാൻ മലയാളി ഇന്നും ഒരുക്കമല്ല. പൂക്കളമൊരുക്കാനുള്ള പൂക്കൾ മുതൽ സദ്യയ്ക്കുള്ള വാഴയിലേക്ക് വരെ മലയാളി അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങിയതോടെ ആഘോഷത്തിൻ്റെ ചെലവും വർദ്ധിച്ചു. അനുദിനം കുതിച്ചുയരുന്ന വിലക്കയറ്റത്തിന് നടുവിൽ ഓണം എത്തി നിൽക്കുമ്പോൾ ഓണം ഉണ്ണണമെങ്കിൽ കാണം വിൽക്കേണ്ട സ്ഥിതിയിലാണ്. എങ്കിലും ഗൃഹാതുരത്വം ഉണർത്തി പടിവാതിക്കലെത്തിയ ഓണത്തെ വരവേൽക്കാൻ എല്ലാവരും ഒരുപോലെ ഒരുങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, KCN. കൈത്തറി വസ്ത്ര വിപണനമേളയും വ്യവസായ ഉൽപ്പന്ന വിപണനമേളയും കാഞ്ഞങ്ങാട്ട് തുടങ്ങി. കോട്ടച്ചേരി റയൽ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് മേള നടക്കുന്നത്. ഓണം കൈത്തറി വസ്ത്ര പ്രദർശന വിപണനമേളയ്ക്കും ചെറുകിട വ്യവസായ ഉൽപ്പന്ന വിപണനമേളയ്ക്കും കാഞ്ഞങ്ങാട്ട് തുടക്കമായി. കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കോട്ടച്ചേരി റോയൽ കോംപ്ലക്സിൽ ചെറുകിട വ്യവസായ ഉൽപ്പന്നമേള നടക്കുന്നത്. വിപണനമേളയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് MLA E. ചന്ദ്രശേഖർ നിർവഹിച്ചു. നിങ്ങളതിൻ്റെ എല്ലാ തരത്തിലും നിങ്ങളുടെ കരവിരുത് പ്രകടിപ്പിച്ചുകൊണ്ട് ഇത് ചെയ്യുന്ന തൊഴിലാളികളാണ്. നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അതിൻ്റെ ഗുണമേന്മ അത്ര വലുതാണ് എന്ന് അത് നേരിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആളുകൾക്ക് എല്ലാം അറിയാം. ഞാൻ വർഷങ്ങളായി കാസർഗോഡ് സാരി എൻ്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ കഴിഞ്ഞ ദിവസവും അവിടെ പോയി വാങ്ങി, പക്ഷെ കിട്ടാനില്ല. ഞാൻ ഒരു തവണ പോയി തിരിച്ചു വന്ന് രണ്ടാമത്തെ തവണ ഞാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ എടുത്തു വെച്ചുകൊണ്ട് എനിക്ക് കിട്ടി. മുനിസിപ്പൽ ചെയർപേഴ്സൺ K. ദിവ്യ അധ്യക്ഷയായി. വാർഡ് കൗൺസിലർ ഗംഗാ രാധാകൃഷ്ണൻ, C. മാധവൻ, T. ദിനേശൻ, സാമുവൽ മാത്യു, ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ സൈമൺ സക്രിയ സ്വാഗതവും ഡെപ്യൂട്ടി രജിസ്ട്രാർ K. വേണുഗോപാലൻ നന്ദിയും പറഞ്ഞു. സൗഹൃദ വിദ്യാലയം, സംഘർഷരഹിത വിദ്യാലയം എന്ന സന്ദേശവുമായി വിവിധ ഗാന്ധി സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിലെ സ്കൂളുകളിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. 1 വർഷം നീളുന്ന പരിപാടി മുഴുവൻ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യൻ കൗൺസിൽ ഫോർ ഗാന്ധി സ്റ്റഡീസ്, ഗാന്ധി മീഡിയ ഫൗണ്ടേഷൻ, കേരള ഗാന്ധി സ്മാരക സമിതി എന്നിവയുടെ നേതൃത്വത്തിലാണ് ഒക്ടോബർ 2 മുതൽ ജില്ലയിലെ 35 സ്കൂളുകളിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ശുചിത്വം, മദ്യവും മയക്കുമരുന്നും, വിദ്യാർത്ഥികളിലെ മാനസിക സംഘർഷവും അക്രമവാസനയും എന്നീ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഗാന്ധി മീഡിയ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ N. രാധാകൃഷ്ണൻ, ഡോക്ടർ K. കണ്ണൻ നായർ, ക്യാപ്റ്റൻ KMK നമ്പ്യാർ,
അർഷാദ് വോർക്കാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. നവോദയ വിദ്യാലയങ്ങളുടെ കായികമേള പെരിയയിൽ സമാപിച്ചു. കാസർഗോഡ് നവോദയ ചാമ്പ്യന്മാരായി. നവോദയ വിദ്യാലയ സമിതി ഹൈദരാബാദ് റീജിയന്റെ കീഴിലുള്ള കാസർഗോഡ് ക്ലസ്റ്റർ ലെവൽ 27ാമത് കായികമേളയ്ക്ക് സമാപനം. പെരിയ നവോദയ വിദ്യാലയത്തിൽ നടന്ന കായികമേളയിൽ കാസർഗോഡ് നവോദയ ചാമ്പ്യന്മാരായി. കാസർഗോഡ് ക്ലസ്റ്ററിലെ കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മാഹി, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലെ നവോദയ വിദ്യാലയങ്ങളിൽ നിന്നുള്ള താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയത്. 300ഓളം കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കാനെത്തി. 2 ദിനങ്ങളിലായി നടന്ന മത്സരത്തിൽ 331 പോയിന്റുകളുടെ കാസർഗോഡ് പെരിയ ജവഹർ നവോദയ വിദ്യാലയം ചാമ്പ്യന്മാരായി. 188 പോയിന്റുകളുടെ കോഴിക്കോട് നവോദയ വിദ്യാലയം 2ാം സ്ഥാനത്തും 178 പോയിന്റുകളുടെ കണ്ണൂർ നവോദയ വിദ്യാലയം 3ാം സ്ഥാനവും നേടി. വയനാട് നവോദയ വിദ്യാലയം 64 പോയിന്റും മലപ്പുറം 32ഉം മാഹി 19 പോയിന്റും നേടി. കായികമേളയുടെ സമാപന ചടങ്ങിൽ ഉദുമ MLA കെ കുഞ്ഞിരാമൻ മുഖ്യാതിഥിയായി. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. വിജയികൾക്ക് കെ കുഞ്ഞിരാമൻ MLA സമ്മാനദാനം നിർവഹിച്ചു. ചടങ്ങിൽ PTC അംഗം P നാരായണൻ, നവോദയ വിദ്യാലയ പ്രിൻസിപ്പൽ KM വിജയകൃഷ്ണൻ, വിശ്വനാഥദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കായികമേളയോടനുബന്ധിച്ച് ക്ലസ്റ്റർ ലെവൽ സോഷ്യൽ സയൻസ് എക്സിബിഷൻ നടന്നു. ബഡ് സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി MK മുനീർ പറഞ്ഞു. പെരിയയിൽ മഹാത്മാ ബഡ് സ്കൂൾ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാത്മാ ബഡ് സ്കൂളിനായി ചാലിങ്കാലിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ചാലിങ്കാലിൽ മന്ത്രി MK മുനീർ നിർവഹിച്ചു. ശിലാസ്ഥാപനത്തിന് മുന്നോടിയായി ഘോഷയാത്രയും നടന്നു. തുടർന്ന് ചാലിങ്കാൽ പഞ്ചായത്ത് പരിസരത്ത് ഉദ്ഘാടന ചടങ്ങ് നടന്നു. ബഡ് സ്കൂളിലെ പഠനത്തിന് ശേഷം അധ്യയനവും പരിശീലനവും നൽകുന്നതിനായി ബഡ്സ് ഹൊബിലിറ്റേഷൻ സെന്ററിന് തുക അനുവദിച്ചതായി മന്ത്രി MK മുനീർ അറിയിച്ചു. ബഡ് സ്കൂളുകളെ എയ്ഡഡ് സ്കൂളുകളായി ഉയർത്തി കേന്ദ്ര സഹായം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മഹാത്മാ ബഡ് സ്കൂളിന്റെ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഡ് സ്കൂളുകളെ വികസിപ്പിക്കാനും ബഡ് സ്കൂളുകൾക്ക് ശേഷം അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുനരധിവാസം എന്ന രീതിയിൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകൾ തുടങ്ങാൻ 108 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന് വേണ്ടിയിട്ടുള്ള തുക അനുവദിച്ച കാര്യവും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇതിന് പുറമെ ബഡ് സ്കൂളുകളെ 50 കുട്ടികളിൽ കൂടുതലുള്ളവർക്ക് എയ്ഡഡ് പദവി നൽകാമെന്ന് പറഞ്ഞത് ബഡ് സ്കൂളുകളെ അത്തരം കുട്ടികളുടെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പരിഗണിക്കാതെ എയ്ഡഡ് സ്കൂളുകളായി പരിഗണിക്കണം എന്ന വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ബഡ് സ്കൂളിനായി ചാലിങ്കാലിൽ 1,45 ലക്ഷം രൂപ ചെലവിട്ട് കെട്ടിടം നിർമ്മിക്കുന്നത്. നബാർഡിന്റെ ഗ്രാമീണ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ചടങ്ങിൽ മികച്ച CDSനുള്ള പുരസ്കാരം ലഭിച്ച പുല്ലൂർ പെരിയ കുടുംബശ്രീ CDSനും നല്ല പാഠം വിജയികളായ മഹാത്മാ ബഡ് സ്കൂളിനും ഉപഹാരം നൽകി. CDS ചെയർപേഴ്സൺ P രാജേശ്വരിയും മഹാത്മാ ബഡ് സ്കൂൾ പ്രിൻസിപ്പൽ ദീപ പേരൂരും സഹപ്രവർത്തകരും ചേർന്ന് ഉപഹാരം ഏറ്റുവാങ്ങി. ചടങ്ങിൽ K കുഞ്ഞിരാമൻ MLA അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A കൃഷ്ണൻ, P ഗംഗാധരൻ നായർ, MV നാരായണൻ, K കുഞ്ഞിരാമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C രാജൻ, കരീം കുണിയ, കല്യാണി, TV കരിയൻ, ഗീതാ നാരായണൻ, അബ്ദുൽ മജീദ് ചെമ്പരിക്ക, P രാജേശ്വരി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി ചന്ദ്രൻ നാലപ്പാടം നന്ദിയും പറഞ്ഞു. സൗജന്യ ഡയാലിസിസ് സെന്റർ കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് അരിമല ക്ലിനിക്കിൽ മന്ത്രി MK മുനീർ ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ഇസ്ലാമിക് ചാരിറ്റബിൾ ട്രസ്റ്റും പള്ളിക്കര CH സെന്ററും സംയുക്തമായാണ് ഡയാലിസിസ് സെന്റർ തുടങ്ങിയത്. മനുഷ്യൻ അധ്വാനിക്കുന്നത് ആഹാരം കഴിക്കുന്നതിന് എന്ന സങ്കല്പത്തിൽ നിന്ന് മാറി രോഗചികിത്സയ്ക്ക് എന്ന നിലയിലേക്ക് എത്തിയതായി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി MK മുനീർ പറഞ്ഞു. അരിമല ക്ലിനിക്കിലെ സൗജന്യ ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ ആളുകൾ കൂടി ഡയാലിസിസിന്റെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറിച്ച് ഇബ്രാഹിം ഹാജി സൂചിപ്പിച്ചതുപോലെ ഒരു 10-20 പേരൊക്കെ ഇരിക്കുമ്പോൾ പണ്ട് എത്ര പേർക്ക് പ്രമേഹ രോഗമുണ്ട് എന്ന് ചോദിച്ചാൽ അതിൽ ഒരാൾക്ക് ചിലപ്പോൾ കഷ്ടിച്ചുണ്ടായേക്കാം. പക്ഷെ ഇന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ അതിനകത്ത് 5-ൽ കൂടുതൽ ആളുകൾക്ക്
പ്രമേഹ രോഗമുള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചടങ്ങിൽ VM ഇബ്രാഹിം ഹാജി അധ്യക്ഷനായി. E ചന്ദ്രശേഖരൻ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ, മെട്രോ മുഹമ്മദ് ഹാജി, ഹംസ തൊട്ടിയിൽ, KE ബക്കർ, PV നസീമ ടീച്ചർ, ബെസ്റ്റോ കുഞ്ഞഹമ്മദ്, ബൽറാം നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. അബൂബക്കർ ഹാജി സ്വാഗതം പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ. നീലേശ്വരം കാര്യങ്കോട് പാലത്തിനടുത്ത് സ്വകാര്യ ബസ് കുഴിയിലേക്ക് മറിഞ്ഞ് 15 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. കയ്യൂരിൽ നിന്നും കാഞ്ഞങ്ങാട്ടേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സാരമായി പരിക്കേറ്റ 5 പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് പ്രസ് ക്ലബ്ബും മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഏകദിന സെമിനാർ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് പ്രസ് ക്ലബ്ബ് ഹാളിൽ നടക്കും. റോട്ടറി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ സ്ഥാപനങ്ങൾക്കായി 31-ാം തീയതി ഓണപ്പൂക്കള മത്സരം സംഘടിപ്പിക്കും. മത്സരത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ള സ്ഥാപനങ്ങൾ റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളുമായി ബന്ധപ്പെടുക. PM ഇബ്രാഹിം മുസ്ലിയാരുടെ കാസി സ്ഥാനാരോഹണം ബേക്കൽ ഹത്താദ് നഗറിൽ നടന്നു. ചടങ്ങിൽ നിരവധി പ്രമുഖർ സംബന്ധിച്ചു. ഹദാദ് മുസ്ലിം ജമാഅത്ത് പുതിയ കാസിയായി തെരഞ്ഞെടുക്കപ്പെട്ട PM ഇബ്രാഹിം മുസ്ലിയാരുടെ സ്ഥാനാരോഹണവും പൊതുസമ്മേളനവും ബേക്കൽ ഹദാദ് നഗറിൽ നടന്നു. സയ്യിദ് ആറ്റക്കോയത്തങ്ങൾ കൂമ്പോൽ തലപ്പാവണിയിച്ചു. കർണാടക ആരോഗ്യമന്ത്രി UT ഖാദർ മുഖ്യാതിഥിയായി. ಬೇಕಲ್ ಉಸ್ತಾದ್ ಅಂತಾರೆ. ನಾವು ಬಹುಶಃ ನಮ್ಮ ಮಂಗಳೂರಿನಲ್ಲಿ ನಾವು ಬೇಕಲ್ ಉಸ್ತಾದ್ ಅಂತಾರೆ. ಈ ಊರಿನ ಹೆಸರಿಟ್ಟೆ ಬಹುಶಃ ಉಸ್ತಾದ್ ಅಂತ ಕರೆಯುವಂಥದ್ದು. ಆ ದೋವನ್ನು ಮತ್ತು ನಿಮ್ಮೆಲ್ಲರ ದೋಪನ್ನು ಅವಕಾಶ ಸಿಕ್ಕ ಸಂದರ್ಭದಲ್ಲಿ ಅಲ್ಲಾಹ್ ತಾಲಾ ಇಲ್ಲಿಗೆ ನಮ್ಮನ್ನು ಮುಟ್ಟಿಸನ್ನು ಹೇಳಿ ಕಿಚ್ಚಿಸಿ ನಿಮ್ಮೆಲ್ಲರ ದೋವನ್ನು ಪ್ರಥಮವಾಗಿ ಯಾಚಿಸಿ ನಾನು ಇಚ್ಛಿಸ್ತೇನೆ. ಮತ್ತೆ ನನಗೀಗ 8 ಗಂಟೆಗೆ ಹೋಗ್ಲಿಕ್ಕಿದ್ದಂಥ ಸಂದರ್ಭದಲ್ಲಿ ಮತ್ತೆ ಬೇಗ ಹೊಡಲಿಕ್ಕೆ ತಾವೆಲ್ಲ ನನಗೆ ಕ್ಷಮಿಸಿ ಅನುಮತಿ ಕೊಡಬೇಕನ್ನು ಕೂಡ ಹೇಳಿಕ್ಕೆ ಇಚ್ಛಿಸುವಂಥದ್ದು. അസർ നിസ്കാരാനന്തരം ഹദാദ് ജുമാ മസ്ജിദിന് സമീപമാണ് ചടങ്ങ് നടന്നത്. ചടങ്ങിൽ സയ്യിദ് യാസിൻ മുത്തുക്കോയത്തങ്ങൾ രാമന്തളി മുഖ്യാതിഥിയായി. ഉധുമ ഖാസി മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് മുഹമ്മദ് തങ്ങൾ മദനി മുഗ്രാൽ, ഹാഫിള് സുഫിയാൻ സഖാവി ബള്ളാരി, സംശുദ്ദീൻ ലത്തുഫി പട്ടാമ്പി, ഹാഫിള് മുഹമ്മദ് വഹിദ് നൗമി, ഇബ്രാഹിം മദനി, അബുബക്കർ മദനി, അന്തായ് ഹാജി, കുന്നിൽ ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിഘ്നേശ്വരനെ സ്തുതിച്ച് നാടെങ്ങും വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നു. ഓണക്കാലത്ത് മദ്യവിൽപ്പന വേണ്ടെന്ന് യുവമോർച്ച. കാസർകോട്ടെ വിദേശ മദ്യഷാപ്പുകൾക്ക് മുന്നിൽ പ്രവർത്തകരുടെ പ്രതിഷേധം. ബോർഡുകൾ അടിച്ചു തകർത്തു, പോലീസ് ലാത്തി വീശി. അത്തം പിറന്നു, മലയാളക്കര ഓണലഹരിയിലേക്ക്. മഞ്ചേശ്വരം മുദ്യാവര ഇർഷാദ് പള്ളിയിൽ കവർച്ച. പള്ളിയുടെ സ്വലാത്ത് പണവും ഇമാമിൻ്റെ 10,000-ഓളം രൂപയും മോഷണം പോയി. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.